അങ്ങനെ ആഹാരം കഴിക്കാതാകുമ്പോഴത്തേക്ക് ഇവളും അടിക്കാറുണ്ട്. ഇളിക്ക് താഴെ കൊണ്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർ അടിക്കണം. ചുള്ളിക്കമ്പ് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു മരം നിൽപ്പുണ്ട്, ഒരു പൂത്ത് കുലങ്ങി കിടക്കുന്ന ഒരു മരം വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അതിൽ നിന്ന് ഒടിച്ച് കൊണ്ടുവന്നാണ് ഇവരടിക്കുന്നത്. രണ്ടുപേരും ഉണ്ട്. പിന്നെ ഇവള് കൊച്ചിനെ ശ്രദ്ധയില്ല. അപ്പോൾ ആ പൈപ്പിൻ്റെ മൂടൽ വെളിയിൽ പൈപ്പുണ്ട്, തുണി നനയ്ക്കുന്ന അലക്കിൻ്റെ കല്ലുണ്ട്. ആ കല്ലിൻ്റെ മീതെ കൊണ്ടുവച്ചാണ് ഇവൾ ഈ കൊച്ചിൻ്റെ കൈയൊക്കെ ഒടുങ്ങിയതിന് ശേഷം ഇവൾ കഴുകുകയും എടുക്കുകയും ചെയ്യണം. അവിടെ തെക്ക് വടക്കുന്ന ചറുക്കി അടിച്ച് ഇവളെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ ഈ കൊച്ച് പലതവണ വീഴുന്നിട്ടുണ്ട്. അതിനും ഞാൻ ഇവളെ വഴക്കല്ല പറയണം, മുട്ടം ചീത്തയാണ് ഞാൻ വിളിക്കണം. നീ എന്തിനടി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ എന്തിനു ചെയ്തു മമ്മി, അത് എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ലാതെ ഇവൻ നിൽക്കൂല, കല്ലിൽ കയറി നിന്ന് ഇവൻ ഇങ്ങനെ മലർന്നു പോണതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ബാലൻസ് ഇല്ലാതെ വിഴുന്നു പോയതാണ് എന്നും ഇവൾ എൻ്റെ പറഞ്ഞിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും കൊണ്ടുപോകൂലേ ഇരുന്നവള്. കൊണ്ടുപോവാതെ വീട്ടിൽ നിന്നപ്പോൾ ഞാനാണ് പറഞ്ഞത് കൊണ്ടുപോകുമെന്ന് വിളിച്ച് പറഞ്ഞ് അനു എന്ന് പറയുന്ന ആ സ്ത്രീയും ഇവളും കൂടെയാണ് പോയത്. എന്നിട്ട് ഇവള് പരിപാടിക്ക് തമിഴ്നാട്ടിൽ പോണേൻ്റെ അന്ന് ഞാൻ ഇവളെ പറയാണ് കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് പോകരുത്. അപ്പോൾ ഈ കുഞ്ഞിന് പനിയുണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈ കുഞ്ഞിന് പനിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണം അഖിലെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ച് മരുന്നെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയണം അഖിലെ വീട്ടിൽ നിർത്തിയിട്ട് പോകരുത്, കുഞ്ഞിനെ നീ കൊണ്ടുപോ,